സെപ്റ്റിക് ടാങ്കുകളിൽ നിന്ന് കൊണ്ടുവന്ന മാലിന്യം കൂടി സംസ്കരിക്കാനുള്ള സംവിധാനം മെഡിക്കൽ കോളേജിൽ ആദ്യം നമ്മൾ സ്ഥാപിച്ച STPയിലുണ്ട്. രണ്ടാമതായിട്ട്, അതായത് മെഡിക്കൽ കോളേജിന് ഈ ഒരു പഴയ 2 MLDയും പിന്നെ ഒരു 2 MLDയും കൂടി മതിയാവില്ല. മാത്രമല്ല, അത്രയും പരന്നു കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഇത് വേണമല്ലോ എപ്പോഴും. അതുകൊണ്ടാണ് പിന്നീട് ഒരു 1 MLDയുടെ പ്ലാന്റ് കൂടി സ്ഥാപിക്കാൻ ഒരു തീരുമാനം ഉണ്ടായത്. അപ്പോൾ അതിപ്പോൾ നഴ്സിംഗ് കോളേജിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അത് താമസിക്കാനുള്ള കാരണം നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് നമ്മൾ അവിടെ മഴക്കാലത്ത് കുഴിച്ച സമയത്ത് അവിടെ മണ്ണിട്ട് നിറച്ച സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ണ് മുഴുവനും ഇടിയാൻ തുടങ്ങി. 1 കോടിയിലേറെ രൂപ കോർപ്പറേഷന് അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ടാണ് ഇത്ര വൈകിപ്പോയത്. അല്ലെങ്കിൽ 2 പ്ലാന്റും ഒരേ സമയം തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചേനെ. ഇപ്പോൾ ആ പ്ലാന്റും പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നാളെ രാവിലെ 10 മണിക്ക് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിൻ്റെ മുറ്റത്താണ് സ്റ്റേജ് സജ്ജീകരിച്ചിട്ടുള്ളത്. അവിടെ വെച്ച് അത് നിർവഹിക്കുകയാണ്. അതിനോടൊപ്പം നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ചാർജുള്ള ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടായിരിക്കും. നമ്മുടെ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ ജോർജ് ഉണ്ടായിരിക്കും. നമ്മുടെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ MLA മന്ത്രി ഉണ്ടായിരിക്കും. കൂടാതെ കോഴിക്കോട് സൗത്തിൻ്റെയും നോർത്തിൻ്റെയും MLAമാരായിട്ടുള്ള തോട്ടത്തിൽ രവീന്ദ്രനും അതുപോലെ ശ്രീ അഹമ്മദ് ദേവർകോലും ഉണ്ടായിരിക്കും. പിന്നെ അതിനകത്ത് നമ്മൾ ഈ പ്രവൃത്തി നടക്കുന്നതോടുകൂടി നമ്മൾ മനസ്സിൽ കണ്ട രീതിയിൽ ദ്രവമാലിന്യ സംസ്കരണം ഏതാണ്ട് 0 വേസ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാറും. ഇനി ബാക്കിയുള്ളത് അതിൻ്റെ ദ്രവമല്ലാത്ത അല്ലെങ്കിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അതിനായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ പ്രത്യേക പദ്ധതി വെച്ചിട്ടുണ്ട്. ഒരു ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ, 3 കോടിയോളം വില വരുന്ന ഒരു ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ സ്ഥാപിക്കണം എന്നുള്ള പ്രപ്പോസൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകൾ നടന്നു വരുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇടപെടലും അതുപോലെ സർക്കാരിൻ്റെ ഇടപെടലും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഒരു 0 വേസ്റ്റ് ക്യാമ്പസ് ആക്കി മാറ്റാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നമുക്കുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാനും ആ അർത്ഥത്തിൽ നമുക്കതിൽ വിജയിക്കാനും സാധിക്കുന്ന ഒരു പ്രതീക്ഷയുള്ളത്. പിന്നെ ഇപ്പോഴത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോളിറ്റിക് മെത്തേഡിൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത, അത് പ്രത്യേകിച്ച് പ്രത്യേക ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഇലക്ട്രോളിസിസ് നമ്മളൊക്കെ പഠിച്ചത്. അപ്പോൾ അതിനകത്ത് ആ ഇലക്ട്രോഡ് ആവശ്യത്തിനുള്ളത് മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി. അതായത് കൂടുതൽ ക്വാണ്ടിറ്റി വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇലക്ട്രോഡുകൾ പ്രവർത്തിപ്പിക്കാം. ആ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് അവിടെ നമുക്ക് ഏകദേശം 18ഓളം ഇലക്ട്രോഡുകളായിരുന്നു 2 ml ഇവിടെ 12ഓളം ഇലക്ട്രോഡുകളാണ് ഉള്ളത്. ഭാഗികമായി മാത്രം പ്രവർത്തിക്കാനും കൂടി നമുക്ക് സാധിക്കും, അതിൻ്റെ ഫുൾ യൂട്ടിലിറ്റി ഇല്ലാതെ. അത് അതിനുള്ള സംവിധാനം ആയിട്ടില്ല. നമുക്ക് ശരിക്കും ഇത് നമുക്ക് ഫ്ലഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് ഒരു 50 കൊല്ലത്തിനോടടുത്ത് 40 കൊല്ലത്തിന് മേലെ പഴക്കമുണ്ട്. അത്രയും പഴക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഭിത്തികൾ നമുക്കിനി തുറന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്ലഷ് ടാങ്കിലേക്കുള്ള കണക്ഷൻ വേറെ കൊടുക്കാൻ കഴിയില്ല. ഒരു 2 നിലയൊക്കെ നമുക്ക് നോക്കായിരുന്നു. അതിനേക്കാളും ഹൈറ്റ് ആയില്ലേ അതിന്. അതുകൊണ്ട് പുതിയ കെട്ടിടങ്ങളിൽ എന്ത് വരുമ്പോഴും അതിൻ്റെ പ്ലംബിംഗ് വർക്ക് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള വെള്ളത്തിന് ഉപയോഗിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടായിരിക്കും. നിലം കഴുകാൻ ഉപയോഗിക്കാം, മുറ്റമൊക്കെ അടിച്ച് കഴുകാൻ ആ വെള്ളം ഉപയോഗിച്ചാൽ മതി. അതുപോലെ വാഹനങ്ങൾ കഴുകാൻ ആ വെള്ളം ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് തോട്ടം നനയ്ക്കാനായിട്ട് ആ ക്യാമ്പസ് ശരിക്കും ഒരു ഗ്രീൻ ക്യാമ്പസ് ആയിട്ട് മാറും. ഇപ്പം ഇങ്ങനെ വാടി നിൽക്കുന്ന ചെടികളൊക്കെ നല്ലോണം വെള്ളം നനച്ചു കൊടുത്താൽ വളരെ മനോഹരമായിട്ട് വളരുകയും നല്ല ഒരു കാർബൺ ന്യൂട്രൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ ധാരാളം ഇലക്ട്രിക്കൽ നടക്കുന്നതുകൊണ്ട് കാർബൺ ന്യൂട്രൽ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. എന്നാലും അവിടെ ആ തരത്തിലുള്ള നല്ലൊരു ഹരിതാപമായിട്ടുള്ള ക്യാമ്പസ് വരും ഈ വെള്ളം അവർ ശരിക്കും എല്ലായിടത്തും നനയ്ക്കാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ.